ലലാടം ലാവണ്യദ്യുതി വിമലഭാഭാതി തവ യത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം വിപര്യാസന്യാസാദുഭയമപി സംഭൂയ ച മിതഃ സുതാലേപസ്യൂതി പരിണമതിരാകാഹി മകരഃ. ലലാടം നെറ്റിത്തടം, ലാവണ്യദ്യുതി വിമലം ലാവണ്യമാകുന്ന ചന്ദ്രികയാൽ അതിനിർമ്മലമായ, ആഭാതി ശോഭിക്കുന്നുവോ, യത് അതിനെ, ദ്വിതീയം രണ്ടാമത്തെ, മന്യേ ഞാൻ സംശയിക്കുന്നു, മകുടഘടിതം കിരീടത്തിൽ ചേർത്ത് വച്ചിരിക്കുന്ന, ചന്ദ്രശകലം ചന്ദ്രഖണ്ഡമോ എന്ന്, വിപര്യാസന്യാസാദ് വിപരീതമായി ചേർത്തു വെച്ചാൽ, ഉഭയം അഭി രണ്ടും, സംഭൂയ ച നല്ലപോലെ ചേർന്ന്, മിതഃ ഒന്നിനോടൊന്ന്, സുധാലേപസ്യൂതി അമൃതരസം നിറഞ്ഞ, പരിണമതി പരിണമിക്കുന്നു, രാഗാഹി മകരക രാഗാശശിയായിട്ട്. ലലാടം ലാവണ്യദുതി വിമലമാഭാതി തവ യത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം വിപര്യാസന്യാസാദുഭയമപി സംഭൂയ ച മിതഃ സുതാലേപസ്യൂതി പരിണമതി രാഗാഹി മകരഃ. ലാവണ്യവായ്പാകുന്ന ചന്ദ്രികാപ്രസരത്താൽ അതിനിർമ്മലമായി ശോഭിക്കുന്ന നിൻ തിരുവടിയുടെ നെറ്റിത്തടത്തെ കിരീടത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ ചന്ദ്രഖണ്ഡമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവ രണ്ടിനെയും മറച്ചുവെച്ച് ചേർത്തുന്ന പക്ഷം അവയന്യോന്യം നല്ലപോലെ യോജിച്ച് അമൃതധാര വർഷിക്കുന്ന പൂർണ്ണചന്ദ്രനായി തീരുന്നതാണ്. ലലാടം ലാവണ്യദ്യുതി വിമലമാഭാതി തവ യത് ദ്വിതീയം തന്മന്യേ മകുടഘടിതം ചന്ദ്രശകലം വിപര്യാസന്യാസാദുഭയമപി സംഭൂയ ച മിതഃ സുതാലേപസ്യൂതി പരിണമതി രാഗാഹി മകരഃ. താങ്ക് യു.